ചേട്ടാ കോഫി. എഴുന്നേക്കുന്നേ, കോഫി. എന്തിനാടി എന്നെ ഉണർത്തിയത്? സ്വപ്നത്തിലെങ്കിലും എന്റെ മോൻ പ്രേമിച്ച് കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചതാ. അത് നശിപ്പിച്ചല്ലോടി. ചേട്ടാ ഒന്ന് ചുമ്മാ ഇരുന്നേ. അവന്റെ പോക്ക് കണ്ടിട്ട് സന്യാസി ആവുന്നാ തോന്നുന്നേ. അവന്റെ റൂട്ടേ വേറെയാണടി. ആറിപ്പോയടി, വേറെ കൊണ്ടുപോവാ. മോനെ ജമിനി, ഇതിലൊന്നും ഒരു കുറവുമില്ല. ഒരു പെണ്ണിനെ കറക്കെടുക്കാൻ പറ്റിയില്ലല്ലോ. നീയൊക്കെ എന്റെ വയറ്റിൽ വന്ന് ജനിച്ചല്ലോ. അതെ, ഞാൻ അച്ഛന്റെ വയറ്റിലല്ല ജനിച്ചേ. എന്തിനെല്ലാം ഷോക്കാവുന്നേ? അമ്മയുടെ വയറ്റിലാ ജനിച്ചേ. അതിന് കാരണം ഞാനാടാ. എന്നോട് സംസാരിക്കണത് പോലെ നീ ഒരു പെണ്ണിനോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും നടന്നേനെ. ജെമിനി, നീ എന്നെ കണ്ടു പഠിക്കേ. ബിരിയാണി ഉണ്ടാക്കാനും കുട്ടികളെ ഉണ്ടാക്കാനും ഒക്കെ പഠിക്കണ്ടേ നിനക്ക്? അതെ, ചേട്ടൻ ഇത് തന്നെ ജോലി. ഞാനും ചേട്ടനെ പോലെ ആവണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്ത തെറ്റേതായാലും ഞാൻ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. തെറ്റോ? അതെ അച്ഛാ, എല്ലാവർക്കും ലവ് മാരേജ് ചെയ്യിച്ചിട്ട് നാട് മൊത്തം നമ്മുടെ കുടുംബത്തെ കാണുമ്പോ പേടിക്കുക. കല്യാണം എന്നുണ്ടെങ്കിൽ ക്ഷണക്കത്തടിച്ച് നാട്ടുകാരെയും കുട്ടി അറേഞ്ച് മാരേജ് ചെയ്യുള്ളൂ. നന്നായിട്ട് കഴിച്ചോ. ലവ് മാരേജ് അത്ര ലവ് മാരേജ് ഇത് നന്നാവില്ല. നമസ്കാരം സാർ. ഹൗസ്ഫുൾ എന്ന് ബോർഡ് വെച്ച ശേഷമേ അവൻ വരും. കുറച്ച് പെട്ടെന്ന് വന്നാൽ എവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമസ്കാരം ചേട്ടാ. തിയേറ്റർ ഫുൾ ആയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, ഫുൾ ആയി. ഷോ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഇതെന്താ പടി തന്നെ ഇരുന്ന് നീ ഞാൻ പോക്കോളാം. ഹൗസ്ഫുൾ ആയിട്ട് നിന്നോടാ കയറ്റി വിട്ടെ. എന്താ മോളെ? ചേട്ടാ 2 ടിക്കറ്റ് കിട്ടുമോ? നിങ്ങൾ കൊന്നേ എന്താ സർ, 2 ടിക്കറ്റ് വേണം സർ. ഹൗസ്ഫുൾ എന്ന് ബോർഡ് വെച്ചിരിക്കുന്നുണ്ടല്ലേ? സർ പ്ലീസ്. വിജയുടെ പടത്തിന് പെൺകുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ലെന്നോ? ടിക്കറ്റ് കിട്ടാൻ ഒരു വഴിയുള്ളൂ. അകത്തിന്റെ അളിയനുണ്ട്. അവനെ പോയി കറക്റ്റ് എടുത്താ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. മനസ്സിലായോ? ചെല ഏയ് വെറുതെ പോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് പോ. എന്താ സർ, 2 ടിക്കറ്റ് കിട്ടിയ കൊള്ളായിരുന്നു. വിളിക്കുന്നുണ്ട്. അതെ മണിയേട്ടാ, 2 ടിക്കറ്റ് കൊടുക്കാവോ? ഹൗസ്ഫുൾ ആണെന്ന് പറഞ്ഞതാ മോനെ. നിന്റെ ആളിയനാ ഇവരെ അകത്തേക്ക് വിട്ടത്. മാമനുള്ള ജോലി മാത്രം നോക്കിയപ്പോ ഞാൻ എന്റെ ജോലിയിൽ ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഇപ്പൊ പോയിട്ട് അടുത്ത ഷോയ്ക്ക് വന്ന് വാങ്ങിച്ചോ. മോൻ പറഞ്ഞ കേട്ടില്ലേ? ചെല്ല് അടുത്ത ഷോയ്ക്ക് വാ. എന്റെ പൊന്നു മാമ, എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്റെ അവസ്ഥ അളിയനൊന്ന് മനസ്സിലാക്കണം. എന്തോന്ന് അവസ്ഥയാണ് അവസ്ഥ. ഈ പെൺപിള്ളേരെ പുറത്തേക്ക് എന്താ പോകുന്നത്? ഇനി ഞാൻ അറിയാതെ ഇയാൾ പെണ്ണ് കണ്ടു കാണോ? അളിയന് വേണ്ടിയില്ല ഞാൻ ഈ കഷ്ടപ്പെട്ടേങ്ങാക്കൊലെ പെണ്ണ് കാണാൻ തുടങ്ങിയ പെൺപിള്ളേരെല്ലാം പുറത്തേക്ക് പോകുന്നു. അതൊന്നുമില്ല ഏട്ടാ. നമ്മുടെ മാറ്റർ എന്തായി? ഒന്ന് പോവാനിയാ. ആരോടെങ്കിലും നിങ്ങളെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞാലേ അത് പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന കുടുംബം, അതും ജമിനി ഗണേശന്റെ പേരും വെച്ച് പയ്യനെ ലവ് ചെയ്യുന്ന ഇഷ്ടമില്ലെന്ന് പറഞ്ഞാ ചെറുക്കന്റെ പേരിൽ ഡൗട്ട് വരും മോനെ. ആരാ പറഞ്ഞേ? മോനെ ഇതിനെ ടെൻഷൻ ആകുന്നേ. മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടാവില്ല. രാജപാളയത്തിൽ നല്ലൊരു സൂപ്പർ പെണ്ണുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ചെറുക്കനെ കാണാൻ അവര് വീട്ടിലേക്ക് വരുന്നുണ്ട്. സൂപ്പർ. രാംദാസേ, സിംഹത്തിന്റെ കൂട്ടി വന്ന് അതിനെ ഷേവം ചെയ്തിട്ട് സെൽഫി എടുക്കാൻ നോക്കുവാണോ നീ? നോക്കനിയാ, ഒരു പെണ്ണിനെ കെട്ടിച്ചേരുക എന്നുള്ളതാണ് എന്റെ ജോലി. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വരാൻ പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്താ കാലിച്ചന്തയാണോ? മാമാ, ആദ്യം മാമനെ കൊല്ലണ്ടേ ആലോചനകളൊക്കെ നശിപ്പിക്കാനായിട്ട്. നാളെ വരാൻ പറഞ്ഞേ, ഞാൻ നോക്കിക്കോളാം. അവൻ തല ചൊറിയാൻ തുടങ്ങി. അതെ, ഇന്ന് നിങ്ങൾ എന്റെ അളിയന്റെ വാങ്ങി, നാളെ നിങ്ങൾ എന്റെ മാമന്റെ കയ്യിൽ നിന്ന് വാങ്ങും. അത് കാണാനാണ് വെയിറ്റ്. ചുമ്മാ ഇരിക്കും മാമ. നിങ്ങൾ പോയി കാശ് വാങ്ങിച്ചില്ലെങ്കിൽ ബ്രോക്കർ ജോലി ചെയ്യാൻ പറ്റോ? പോയി ബാത്റൂം ഒക്കെ കഴുകിയിട്ടൊന്ന് നോക്ക്. ഐ, നിങ്ങളോട് തന്നെ ഗെറ്റ് ഔട്ട്. എന്നാ പിന്നെ ഗോ ടു യുവർ ക്ലാസസ്. ജാതി നോക്കാതെ ആ പയ്യന്റെ കൂടെ ഓടിപ്പോയവൾ ഒരു കുഞ്ഞുമായിട്ട് വന്ന് നിന്നാ പോലും ആ കുഞ്ഞിനെ ഓർത്ത് ഞാൻ വെറുതെ വിടുമായിരുന്നു. എന്നാൽ അപ്പാവിയായ അവള് എന്നെ പേടിച്ച DSPയോട് അഭയം ചോദിച്ചു ചെന്നപ്പോ അവരെ പിരിച്ച് എന്റെ മകളെ കൊന്നു. അച്ഛ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനെ കണ്ടം തുട്ടം വെട്ടിയിട്ട് ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാ. അവനെ ഉടനെ കൊല്ലാൻ പാടില്ല. അവനും ഒരു മകളുണ്ട്. അവളും ആരെങ്കിലും പ്രേമിക്കും. അവനെ തേടി പിടിച്ച് കൊല്ലണം. ആ ദുഃഖത്തില് അവന്റെ പെണ്ണും എന്റെ മോളെ പോലെ മരിക്കണം. അപ്പോഴേ ആ ദുഃഖാവൻ മനസ്സിലാക്കൂ. ചെയ്യുമോ മക്കളെ? ചെയ്യൂ അച്ഛാ. ചേച്ചിമാരെ, നിങ്ങളാരും കാപ്പി കൊണ്ട് കൊടുക്കില്ലെന്നല്ലേ പറഞ്ഞേ? എന്റെ ഭാവി മാവനെ ഞാൻ തന്നെ കൊണ്ട് കാപ്പി കൊടുക്കുന്ന കണ്ടോ? അതെന്തിനാ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത്? അവിടെ എവിടെയും വെച്ചിട്ട് പോ. എല്ലാവർക്കും കൊടുക്ക്. എല്ലാരും കുടിക്കണം കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ചേച്ചി ഒരു ഹേ? കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇനി ഡാൻസ് ചെയ്യാൻ അറിയാമെന്ന് നിങ്ങൾ ചോദിക്കോ?
അയ്യയ്യ വളർന്ന് സംസാരിക്കാതെ സമയം കളയാതെ തട്ടം മാറ്റ്. ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നേ? ഇഷ്ടം പോലെ അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ പറ. ഇപ്പൊ വടിവാള് വരുന്നത് കണ്ടോ? മാമ മിണ്ടായിരിക്കും മിണ്ടായിരിക്കും. നിങ്ങളത് ഇങ്ങ് തന്നോ. അമ്മവാ, സൂപ്പർ അമ്മവാ. ദാ ഇവനാണ് തട്ടം മാറ്റിയത്. അവരിട്ട് ആദ്യം പൊട്ടിക്കോ. എല്ലാത്തിനും വെടിവെച്ച് കൊല്ലമ്മാവാ. സഭാഷമ്മാവാ. ആ വരുന്ന വരവ് കണ്ട ലില്ലിപ്പൊട്ടി രാജാവ് വരുന്നത് പോലെ. അമ്മ വരുന്നുണ്ട്, തട്ടം അങ്ങോട്ട് കൊടുക്കാം. മാമൊന്നും പേടിക്കണ്ട, എന്റെ അച്ഛനൊരു ടൈപ്പാ. അവൻ വിളിച്ച ആ. നിങ്ങളിങ്ങി ചാടിങ്ങി വരുമല്ലേ? പെണ്ണ് തരാൻ വന്നത് നിങ്ങൾ. പയ്യന്റെ വീട് എങ്ങനെയാണെന്നുള്ളത് നോക്കണ്ടേ? ബ്രോക്കർ രാമദാസാ വിളിച്ചത്. ഡോ, അവൻ പൈസക്ക് വേണ്ടി എന്തും ചെയ്യുന്നവനാ. അവ സറണ്ടർ ആയിരിക്കണം അമ്മാവാ. മാമനെ കൊണ്ട് എല്ലാരും പൊയ്ക്കോ. ആ ഓക്കെ. എന്റെ മോന് കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രേമിച്ചിട്ടായിരിക്കും. സാറേ എല്ലാരും പ്രേമിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? നിന്റെ ജോലിക്ക് വേണ്ടി എന്റെ പയ്യന്റെ ജീവിതം കളയണോ? നിനക്ക് എത്ര കാശ് വേണമെന്ന് പറ, ഞാൻ തരാം. അച്ഛാ എന്തിനാണ് വഴക്ക് പറയുന്നേ? പെണ്ണ് കാണണമെന്ന് പറഞ്ഞാൽ ഞാനാ. എന്തുണ്ടെങ്കിലും എന്നോട് സംസാരിക്കും. നമ്മുടെ കുടുംബത്തിൽ വന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ നിനക്ക് ഇത്ര പിടിവാശി? എന്നെ ധിക്കരിച്ച് നീ കല്യാണം കഴിച്ചാ നടക്കുന്നതേ വേറെ ആയിരിക്കും. ഇതാ നോക്കച്ചാ, ക്ഷണക്കത്തടിച്ച് നാട്ടുകാരും കുട്ടി ആഡംബരമായിട്ട് കല്യാണം കഴിച്ച് കാണിച്ചു തരാം ഞാൻ. തിരുവെങ്കടം ആൻഡ് ഫാമിലി ആണോ ജയിക്കുന്നത്? വൺമാൻ ആർമി ജെമിനി ആണോന്ന് വരട്ടെ. ജെമിനി, താൻ തിയേറ്ററിൽ വരുമ്പോ ഞാൻ കണ്ടോളാം. ആ ബാഗ് കൊടുത്തു. ഇത് കൂടെ കൊണ്ടുപോകണം.